ഈ വീട്ടുകാർ തമ്മിൽ കുട്ടികളുമായിട്ട് ആശയവിനിമയം ഇല്ലാത്തത് ഇത്തരം സബ്സ്റ്റൻസുകളിലേക്ക് കുട്ടികൾ പോകുന്നതിന് കാരണമാവുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരു പരിധി വരെയുണ്ട്. അതിലേറെ വരുന്നത് പിയർ ഗ്രൂപ്പാണ്. പിയർ ഗ്രൂപ്പ്, കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ. നമ്മൾ ഒരു വീട്, എൻ്റെ മകൻ തെറ്റ് ചെയ്യില്ല, എൻ്റെ മകൾ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വളർത്തുന്ന രീതിയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. പക്ഷെ എൻ്റെ മകനും എൻ്റെ മകളും ഒക്കെ ഈ 4 ചുവരുകൾ കടന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും പുറത്തുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ അവനും തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവോടുകൂടി ഓരോ കുട്ടിയെ നമ്മൾ നോക്കിയേ പറ്റൂ. എന്ന് വെച്ച് ക്യാമറ കണ്ടു വെച്ച് അവരെ പിന്നാലെ കൂടണമെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അതേപോലെ തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഏറ്റവും 10-14 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന രീതിക്ക് എത്തുകയാണ്. അതിന് കാരണം കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പം ഞാൻ 5ാം ക്ലാസ്സിലൊരു കുട്ടി, ബാലൻസും കൂടി ഉള്ളതാണല്ലോ ഇവിടെ, അച്ഛൻ്റെ കൂടെ പോകുന്ന കുട്ടി ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് പേന കൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടാണ് പോകുന്നത്. ഒരു അക്കാദമിക് ഇൻട്രസ്റ്റ് നമ്മൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ഉണ്ണിമുകുന്ദനാണ് കൊന്നു കളയുന്നു. നോക്കൂ, ഈ സാധനം ഒരു സിനിമ കണ്ടാൽ ഉണ്ടാകുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇന്ന് കാണുന്ന പലതിലും, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരാൾ മരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ ലഹരി കഴിച്ചപ്പോൾ മരിച്ച ആളെ ഈ സമയമായതുകൊണ്ട് ഞങ്ങളെ കുരിശിലേറ്റിയില്ല. മനസ്സിലായി? അപ്പോൾ അല്ലായിരുന്നെങ്കിൽ എല്ലാവരും പോലീസിനെതിരെ കുത്തിക്കയറുന്ന അവസ്ഥയാണുള്ളത്.